ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് അക്ഷയ തൃതീയ ദിവസം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതും ചെയ്യരുതാത്ത കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാം, അക്ഷയ തൃതീയ വരുന്നത് 2025 ഏപ്രിൽ മാസം 30 ബുധനാഴ്ചയാണ്. എല്ലാ വർഷവും വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയ തിഥിയിലാണ് അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. നമ്മൾ പഞ്ചാംഗ പ്രകാരം കാണുകയാണെങ്കിൽ ഏപ്രിൽ 29 വൈകുന്നേരം 5:29 അക്ഷയ തൃതീയ ആരംഭിക്കുകയും ഏപ്രിൽ 30 ഉച്ചയ്ക്ക് 2:12 തൃതീയ തിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദയതിഥി പ്രകാരം 2025 ഏപ്രിൽ 30 അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. പഞ്ചാംഗം അനുസരിച്ച് ഭഗവാനെയും ദേവിയെയും ആരാധിക്കാനുള്ള ഒരു ശുഭകരമായ സമയം കൂടി ഞാൻ ഇവിടെ പറയാം. രാവിലെ 6 മണി മുതൽക്ക് ഉച്ചസമയം 12:37 വരെയുള്ള ഏതൊരു സമയത്തു വേണമെങ്കിലും നമ്മൾ വീട്ടിൽ പൂജകളും വഴിപാടുകളും ചെയ്യാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ചെല്ലാം അടുത്തടുത്തായിട്ട് ഓരോ വീഡിയോകളായിട്ട് ഇടാം. ഏതെല്ലാം പൂജകൾ ചെയ്യണം, എന്തെല്ലാം മന്ത്രങ്ങൾ ചൊല്ലണം എന്നതിനെക്കുറിച്ചെല്ലാം വഴിയെ പറയുന്നതായിരിക്കും. നമ്മുടെ ഇടയിൽ ഇപ്പോൾ സാധാരണമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അക്ഷയ തൃതീയ ദിവസത്തിൽ സ്വർണം വാങ്ങിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തുമെന്നുള്ളത്. അത് ഒരു തെറ്റായ കാര്യമാണ്. അക്ഷയ തൃതീയ ദിവസത്തിൽ സ്വർണം വാങ്ങിച്ചാൽ നമ്മുടെ ജീവിതം മാറി മറിയുമെന്നൊന്നും ഏതൊരു വേദങ്ങളിലും പറയപ്പെടുന്നില്ല. മറിച്ച് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദാനധർമ്മത്തിനാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. അക്ഷയം എന്നാൽ അനന്തമായത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ദിവസം ആളുകൾക്ക് അനന്തമായ ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാലാണ് ഇതിനെ അക്ഷയ തൃതീയ ദിവസം എന്ന് പറയുന്നത്. കൂടാതെ ത്രിമൂർത്തികളിൽ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായ ഭഗവാൻ വിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പുണ്യ ദിവസം കൂടിയാണ് അക്ഷയ തൃതീയ ദിവസം. ഹിന്ദുമത പുരാണങ്ങൾ അനുസരിച്ച് ത്രോതായുഗം ആരംഭിച്ചത് ഈ പുണ്യദിനത്തിലാണ്. വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമനെ ആദരിക്കുകയും പരശുരാമ ജയന്തി ആഘോഷിക്കുന്നതും ഈ പുണ്യദിനത്തിലാണ്. ഇത്രയും പ്രത്യേകതകൾ കൂടി ഈ ദിവസത്തിനുണ്ടെങ്കിലും കൂടി ഇനിയൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്ന സമയത്തും സന്തോഷപ്പെടുന്ന സമയത്തും നമ്മുടെ തലയിൽ ബ്രഹ്മാവ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും പറയാറുണ്ട്. അങ്ങനെയുള്ള ബ്രഹ്മാവ് ആദ്യമായി എഴുത്തുകോലെടുത്ത് ഒരാളുടെ തലയിൽ എഴുതുവാൻ തുടങ്ങിയ ഒരു ദിവസമായും ഈ ദിവസത്തെ കണക്കാക്കപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ലോകത്തിലെ ജനസംഖ്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അക്ഷയ തൃതീയ ദിവസം നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ വർധനവുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാനധർമ്മത്തെയാണ് കുറിക്കുന്നത്. നമ്മൾ എത്രമാത്രം ഒരാൾക്ക് ദാനം ചെയ്യുന്നുവോ അത്രയും പുണ്യം നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. പക്ഷേ പലരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്, സ്വർണമോ വെള്ളിയോ വാങ്ങി വെച്ചാൽ അത് ഞങ്ങൾക്ക് ചേർന്നു കൊണ്ടിരിക്കുന്നു എന്ന്. അത് നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്, ആരും അതിനെ വേണ്ട എന്ന് പറയുകയില്ല. പക്ഷേ ഇപ്പോൾ പലരും പല സന്ദർഭങ്ങളിലും അക്ഷയ തൃതീയ ദിവസം സ്വർണ്ണങ്ങൾ എടുക്കുവാനായി കാത്തിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഒരു പവൻ സ്വർണം എടുക്കുവാൻ താല്പര്യത്തോടു കൂടി കാത്തിരിക്കുകയാണെങ്കിൽ ആ സമയങ്ങളിൽ അവർക്ക് ഒരു 1.5 പവൻ എടുക്കുവാൻ തോന്നുകയും ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്ന് പണം കടമായി വാങ്ങിച്ച് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടുപോയി കൊടുത്ത് സ്വർണ്ണക്കടകളിൽ നിന്ന് സ്വർണം വാങ്ങി വീടുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഇപ്പോൾ സാധാരണ പതിവ്. അതായത് എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് സ്വർണത്തിൻ്റെ തരിയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. അതിനാൽ തന്നെ പണം കടമായി വാങ്ങിയായിരിക്കും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഈ ഒരു കാര്യം ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തെ പരമദാരിദ്ര്യാവസ്ഥയിലേക്കായിരിക്കും നമ്മൾ തന്നെ കൊണ്ടുപോയി തള്ളിയിടുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വർണം വാങ്ങിക്കുവാൻ സാധിച്ചില്ല എങ്കിലും സാരമില്ല, മഞ്ഞൾ കഷ്ണങ്ങൾ വീട്ടിലേക്ക് വാങ്ങി വരാം, അല്ലെങ്കിൽ കല്ലുപ്പ് വാങ്ങി വരാം. ഇത് രണ്ടും മാത്രം മതി നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണവും ലക്ഷ്മി കടാക്ഷവും നിറഞ്ഞതാകുവാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും തന്നെ താല്പര്യമില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പൂജകളും വഴിപാടുകളും ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്തിരിക്കുവാനാണ് താല്പര്യം എന്ന് പറയുകയാണെങ്കിൽ വളരെ ഉചിതം. മാത്രമല്ല, കോടീശ്വരന്മാരെല്ലാം അക്ഷയ തൃതീയ ദിവസത്തിൽ പിന്തുടരുന്ന ഒരു രഹസ്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്.
ഇതിനായിട്ട് ഞാൻ ഇവിടെ നേരത്തെ ഒരു പൂജാ സമയം പറഞ്ഞിരുന്നു. രാവിലെ 6 മണി മുതൽക്ക് ഉച്ച സമയം 12 മണി വരെയുള്ള സമയത്ത് നമ്മൾ വീട്ടിൽ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ സമയത്ത് നിങ്ങൾ നേരെ നിങ്ങളുടെ കയ്യിൽ ഏത് പൈസയാണെങ്കിലും 100 രൂപ നോട്ട് മുതൽ നിങ്ങൾക്ക് 10,000-ഓ 5,000-ഓ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ തുക നിങ്ങൾക്ക് വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവരാം. അത് ATM-ലാണെങ്കിൽ ATM-ൽ പോയി നമുക്ക് എടുത്തു കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ ഒരു ചെമ്പ് പാത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കലശമെല്ലാം വെക്കുവാനായിട്ട് ഉപയോഗിക്കില്ലേ, അങ്ങനെയുള്ള ഒരു പാത്രം എടുക്കുക. അത് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും സാരമില്ല, ശുദ്ധമായി കഴുകി നമ്മൾ അതിനെ തുടച്ച് വൃത്തിയാക്കി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് വെക്കാം. അല്ലെങ്കിൽ മണ്ണിൻ്റെ ഒരു പാത്രം, ചെമ്പ് രൂപത്തിലുള്ള മൺപാത്രം ഒന്ന് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കണ്ണാടി ബൗൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിനെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള അക്ഷയ പാത്രമായിട്ടാണ് കരുതേണ്ടത്. അക്ഷയ പാത്രം എന്നാൽ നമ്മൾ എത്ര എടുത്താലും അതിൽ നിറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് ഒന്നുകിൽ മൺപാത്രം അല്ലെങ്കിൽ ഒരു ചെമ്പ് പാത്രം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും കണ്ണാടി ബൗൾ എടുക്കാം. ഇനി ഇതിലൊരു ചെറിയ പച്ച പട്ടു തുണിയോ അല്ലെങ്കിൽ മഞ്ഞൾ നിറത്തിലുള്ള പട്ടു തുണിയോ മടക്കി നമുക്ക് ആ എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിനകത്തേക്ക് ഈ തുണി നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. പിന്നീട് നമ്മളുടെ കയ്യിലുള്ള തുക നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള ആ തുക നമുക്ക് ചുരുട്ടി ആ പാത്രത്തിനകത്തേക്ക് ഇടാവുന്നതാണ്. ഇത് ഇടുന്നതിന് മുന്നേ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകമോ മന്ത്രമോ ജപിച്ചതിനു ശേഷം നിങ്ങൾ ഈ പണം അതിനകത്തേക്ക് ഇടാവുന്നതാണ്. ഇങ്ങനെ ഇട്ട് നമ്മുടെ പൂജകളെല്ലാം കഴിഞ്ഞതിനു ശേഷം ദീപധൂപ ആരാധനകൾ കാണിക്കാം. ഇത് പൂജാമുറിയിൽ തന്നെ ഇരുന്നോട്ടെ. നിത്യവും നമുക്ക് എത്ര രൂപയാണോ ആവശ്യം വരുന്നത് ആ പാത്രത്തിൽ നിന്നും നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ തുകയാണെങ്കിലും നമ്മുടെ കൈകളിൽ വരുമ്പോൾ ആ പാത്രത്തിൽ കൊണ്ടുപോയി ഇടാവുന്നതാണ്. ഇത് കോടീശ്വരന്മാർ പിന്തുടരുന്ന ഒരു രഹസ്യമാണ്. ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഇത് ചെയ്തു നോക്കുക, തീർച്ചയായും നമ്മളിലേക്ക് നല്ല ഒരു മാറ്റം വരും. ഇനി എപ്പോൾ ഈ പാത്രം മാറ്റണമെന്ന് പലർക്കും സംശയമുണ്ടാകും. ഈ പാത്രത്തിൽ ഒരിക്കലും പണം നമ്മൾ കാലിയാകാതെ സൂക്ഷിക്കുക. അതായത് 10 രൂപയെങ്കിലും അതിനകത്തേക്ക് ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. നമ്മൾ 100 രൂപ ഇന്ന് എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് 10 രൂപ കിട്ടിയാൽ പോലും ആ അക്ഷയ പാത്രത്തിൽ കൊണ്ടുപോയി ഇടാവുന്നതാണ്. അതല്ലാതെ നമ്മുടെ കൈകളിലുള്ള പണം ചിലവാക്കി നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം എന്നുള്ളത് ഏതൊരു വേദങ്ങളിലും പറയുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ അതിനു വേണ്ടി കടമായിട്ട് പണം വാങ്ങിച്ച് വെറുതെ അനാവശ്യമായിട്ട് ചിലവുകൾ ചെയ്യരുത്. അത് നമ്മൾക്ക് വീണ്ടും വീണ്ടും കടത്തെ വർദ്ധിപ്പിക്കുമെന്നല്ലാതെ നമ്മുടെ കയ്യിൽ 1 രൂപ പോലും തങ്ങി നിൽക്കുവാൻ സഹായിക്കില്ല എന്നുള്ളത് ഓർമ്മയിൽ വേണം. ആര് തന്നെ പറഞ്ഞാലും, അത് നിങ്ങൾക്ക് എത്ര തന്നെ വർഷങ്ങളായി പിന്തുടരുന്ന ആളുകളാണെങ്കിലും അവർ പറയുന്ന സമയത്ത് സ്വർണം വാങ്ങിക്കണം എന്ന് കരുതി മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ പണം കടമായി വാങ്ങരുത്. ഇത് പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി സ്വർണം വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, എൻ്റെ കയ്യിൽ ഓൾറെഡി പണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം, അതുപോലെ തന്നെ അതിനുവേണ്ടി ചെയ്യേണ്ട പൂജകളെല്ലാം ഇനി വരും വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. അതല്ലാതെ സാധിക്കാത്ത കാര്യങ്ങൾ ഈ ഒരു ദിവസത്തിൽ ഇത് ചെയ്താൽ നല്ലതാണ്, ഈ ദിവസത്തിൽ ഇങ്ങനെ ചെയ്താൽ എനിക്ക് പുണ്യം വന്നു ചേരും, എൻ്റെ ജീവിതം ഉയർച്ചയിലേക്ക് വരും എന്ന് കരുതി നല്ല ദിവസങ്ങളിൽ, അതായത് ശുഭ ദിവസങ്ങളിൽ പണം ആരോടും കടമായി വാങ്ങിക്കരുത്. 1 രൂപ പോലും കടമായി വാങ്ങിക്കുകയോ കടം കൊടുക്കുകയോ ചെയ്യരുത്. ഇതുപോലുള്ള ദിവസങ്ങളിൽ പണം കടമായി കൊടുത്താൽ അത് തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ചും മനസ്സിൽ വയ്ക്കുക. മാത്രമല്ല, ഈ ഒരു ദിവസം ബുധനാഴ്ച കൂടിയായതിനാൽ തന്നെ പൂജകൾക്കും വഴിപാടുകൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായി കരുതുകയും മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മി ദേവിയെയും വഴിപാട് ചെയ്യുവാനായിട്ട് നമ്മുടെ സമയങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ കല്ലുപ്പും മഞ്ഞളിൻ്റെ കഷ്ണവും വാങ്ങിക്കാം. കല്ലുപ്പ് മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ഒന്നാണ്. മഞ്ഞൾ കഷ്ണം വന്നിട്ട് നമുക്ക് ശുഭകരമായ ഒരു വസ്തുവിനെയാണ് കുറിക്കുന്നത്. അത് ദേവിയുടെ അംശം നിറഞ്ഞതുമാണ്. അതിനാൽ തന്നെ ഇവ രണ്ടും നമുക്ക് വാങ്ങി വരാവുന്നതാണ്. നിങ്ങൾ മറക്കാതെ വാങ്ങിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കല്ലുപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ യാതൊരു കാരണവശാലും ഈ ദിവസത്തിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ പണം കൊടുക്കുകയോ അനാവശ്യ ചിലവുകൾ ചെയ്യുകയോ ചെയ്യരുത്. അറിയാതെ നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളുമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന പല ദുഃഖങ്ങൾക്കും കാരണമാകുന്നത്. അതിനാലാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ തന്നെ എടുത്തു പറയുന്നത്. നിങ്ങൾ ഈ ദിവസത്തിൽ സ്വർണം വാങ്ങിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ആരോടെങ്കിലും പണം കടമായി ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്ത ഇപ്പോൾ തന്നെ മാറ്റുക. ആ ഒരു തീരുമാനം മാറ്റിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.